നമസ്കാരം. കേരളത്തിലെ യുവത കാലങ്ങളായ ഭരണകൂടങ്ങളാൽ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അക്ഷീണം പരിശ്രമിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്ക് പകരം കണ്ണീർ വാദവും ലാത്തിയടിയുമാണ് ഇവിടുത്തെ കേരള സർക്കാർ നൽകുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലുകൾ കേരളത്തിന്റെ വികസനമല്ല, മറിച്ച് യുവതയുടെ തകർച്ചയാണ് വിളിച്ചോതുന്നത്. ജന്തർ മന്ദറിലെ പ്രതിഷേധങ്ങളിൽ ഇടം പിടിക്കാൻ ശ്രമിച്ച ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ അവരുടെ നേതാക്കളും കേരളത്തിന്റെ യുവാക്കളെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. മോഹന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയ UDF-ഉം ഭരണത്തിലിരിക്കെ യുവാക്കളെ അവഗണിച്ച LDF-ഉം മാറി മാറി വെട്ടിക്കുമ്പോഴും PSC എന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസത്തെ തന്നെ തകർക്കുന്ന നടപടികളാണ് ഉണ്ടാകുന്നത്. പിൻവാതിൽ നിയമനങ്ങളുടെയും അഴിമതികളുടെയും കാര്യത്തിൽ ഇരു മുന്നണികളും ഒരേ നിലപാടുകാരാണ്. അതിൽ ഏതൊക്കെ തത്വവുമില്ല. പരീക്ഷകളിലെ കൃത്രിമവും പിൻവാതിൽ നിയമനങ്ങളും രാഷ്ട്രീയ സംരക്ഷണവും കേരളത്തിലെ ഓരോ യുവാവിന്റെയും സ്വപ്നങ്ങളെയാണ് ഇവിടെ തകർത്തെറിയുന്നത്. ഇടതും വലതും മുന്നണികൾ തമ്മിൽ പേരുകൾ മാത്രമാണ് വ്യത്യാസം. വഞ്ചനയുടെ കാര്യത്തിൽ ഇവർ ഒന്നാണ്. യുവാക്കളോടുള്ള വഞ്ചനയിൽ മാറ്റം വന്നിട്ടില്ല. നിങ്ങൾ ഓർക്കുക, ഇന്ന് PSC പരീക്ഷ എഴുതി 1, 2 റാങ്കുകൾ വാങ്ങുന്ന ഇവിടുത്തെ കേരളത്തിലെ യുവാക്കൾ സെക്രട്ടേറിയറ്റിന്റെ പണിയിൽ സമരമിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇതൊരു ആചാരമായി മാറുകയാണ്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജോലി ലഭിക്കണമെങ്കിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ മുട്ടുകാലിൽ ഇടയണം, മണ്ണ് വാരി തിന്നണം, രാപ്പകൽ സമരം ചെയ്യണം. രാപ്പകൽ സമരം ചെയ്താലേ ഇവിടെ ജോലി കിട്ടൂ എന്നുള്ള അവസ്ഥയാണ്. നാളെ നിങ്ങളുടെ മക്കളും ഈ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ ഇതേ സമരവുമായി മുന്നോട്ട് വരേണ്ട സാഹചര്യമാണ് ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രതികരിക്കേണ്ട സമയമായി, നമ്മൾ പ്രതിഷേധിക്കേണ്ട സമയമായി. പ്രതികരിക്കൂ.